ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദവാക്യം 7-ാം സങ്കീർത്തനത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവൻ്റെ വേണ്ടാദാനം അവൻ്റെ തലയിലേക്ക് തിരിയും, അവൻ്റെ ബലാത്കാരം അവൻ്റെ നെറുകയിൽ തന്നെ വീഴും. ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അമ്മേ, ഏതാണ് വലിയ തെറ്റ്, മോഷ്ടിക്കുന്നതോ കള്ളം പറയുന്നതോ? രണ്ടും വലിയ തെറ്റായതിനാൽ ഏതാണ് വലിയ തെറ്റെന്ന് പറയാൻ എനിക്ക് കഴിയുന്നതല്ലെന്ന് അമ്മ മറുപടി പറഞ്ഞു. ഉടനെ കുട്ടി പറഞ്ഞു, അമ്മേ, ഇക്കാര്യം ഞാൻ ദീർഘസമയം ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഗ്രഹിക്കുന്നത് മോഷണത്തെക്കാൾ കൂടുതൽ തെറ്റായിട്ടുള്ളത് കള്ളം പറയുന്നതാണ്. കാരണം മോഷ്ടിച്ച സാധനം തിരിച്ചു കൊടുത്തോ അഥവാ അതിൻ്റെ വില കൊടുത്തോ പരിഹാരമുണ്ടാക്കാം. എന്നാൽ ഒരിക്കൽ കള്ളം പറഞ്ഞാൽ അതിന് മറ്റു പരിഹാരമില്ല, അത് എന്നേക്ക് നിലനിൽക്കും. ഭോഷ്ക് നിശ്വസിക്കുന്നവൻ നശിച്ചു പോകും എന്ന് സദൃശവാക്യങ്ങൾ 19:9 പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവുമായി ഏറെ സാമ്യമുള്ള ഒരു സങ്കീർത്തനമാണ് 7-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ രചനയുടെ സന്ദർഭം ശീർഷകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശൗലിൻ്റെ രാജകീയ അധികാരത്തിനെതിരായി ദാവീദ് രാജ്യദ്രോഹം നടത്തിയെന്ന് ബെന്യാമീനായ കൂശ്യൻ കുറ്റാരോപണം ചെയ്തു. ദാവീദിനോടുള്ള അസൂയയാലും ബെന്യാമീനായ കൂശും ബെന്യാമീനായ ഈ കീശൻ്റെ മകനായ താനും തമ്മിലുള്ള ബന്ധത്താലും ശൗൽ അത് വിശ്വസിച്ചു. സാധാരണ അപവാദിയേക്കാൾ രാജസിംഹാസനത്തോടടുത്ത ഒരുവന് ഒരു പ്രജയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യുവാനായി കഴിയും. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ക്രിസ്തീയ സമൂഹത്തിലും നടമാടുന്ന ഒരു ദുഷ്പ്രവണതയാണ് കൂട്ടുകാരനെതിരെയും അയൽക്കാരനെതിരെയും പറ്റിയുള്ള അപവാദം പ്രചരിപ്പിക്കുക എന്നത്. അധികാരികളുടെ മുമ്പിൽ തങ്ങൾ നീതിമാന്മാരാണെന്ന് സ്ഥാപിക്കുവാനായി തങ്ങൾ വെറുക്കുന്ന ഒരുവനെ പറ്റിയുള്ള എല്ലാ കഥകൾ മെനഞ്ഞ് അവനെ ഒരു പൊതുശത്രുവാക്കാനായിട്ടുള്ള ശ്രമം നാം എല്ലായ്പ്പോഴും കാണുന്നതാണ്. ദാവീദും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്കായി ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് അപേക്ഷിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പക്ഷേ ദാവീദിൻ്റെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാകാം നിങ്ങളും. എന്നാൽ നീതിമാനെതിരെ ദുഷ്ടൻ ചെയ്യുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പു നൽകുന്നു. അപവാദം പ്രചരിപ്പിക്കുന്നവർ തന്നെ അപവാദികളായിത്തീരും. സഹപ്രവർത്തകരുടെയോ അയൽവാസികളുടെയോ അപവാദത്താൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നു എങ്കിൽ അധൈര്യപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. പ്രത്യാശയോടും ധൈര്യത്തോടും ദാവീദിനെ പോലെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ ബലപ്പെടുത്തട്ടെ. പ്രിയ കർത്താവേ, ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതിനെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. മറ്റുള്ളവരുടെ അപവാദത്താൽ ആകുലമായിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ കുളിർമയേകുവാൻ ഇന്നത്തെ വചന കേൾവി സഹായിച്ചതിനായി സ്തോത്രം. ദാവീദിനെ പോലെ പ്രത്യാശയുള്ളവരായി അങ്ങയുടെ പാദാന്തികെ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.